ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനുവരിയിൽ ഞാൻ ഒരു 8 ദിവസം സൈക്കിൾ ചവിട്ടിയിട്ടുള്ളൂ, വളരെ കുറച്ച്. അതിനുശേഷം ചവിട്ടാൻ പറ്റിയില്ല. ക്രിക്കറ്റ് കളിയും കാര്യങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു. വീക്കെൻഡൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ ശനി ഞായറും ആ ഈ വെയിലത്തുനിന്ന് കളിച്ചാലുള്ള അവസ്ഥ അറിയാമല്ലോ. അതിനുശേഷം ഒരു 3-4 ദിവസം റെസ്റ്റ്. പിന്നെ വീണ്ടും അടുത്ത കളിയാവാറായി. അങ്ങനെ പിന്നെ ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആയപ്പോൾ നല്ല ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ആയി. ഒറ്റയൊക്കെ കൊള്ളാമെന്ന് തോന്നുന്നു. നമുക്ക് ചവിട്ടുമ്പോൾ നമുക്ക് നല്ല റിലാക്സേഷൻ കിട്ടും. അങ്ങനെ ഞാൻ ഇന്ന് സൈക്കിൾ എടുത്തുകൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ലൂബൊക്കെ മേടിക്കണം, അതിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങി. അപ്പോൾ ഇത് നമ്മുടെ ബൈപ്പാസാണ് കേട്ടോ. ഇതുവഴി പോയാൽ പണി കിട്ടുമെന്നോ. ലോറിയൊക്കെ പോകുന്നുണ്ട്, പക്ഷേ ഒടുക്കത്തെ പൊടിയാണ്. ഞാൻ മാസ്കും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. എന്നാലും ഒന്ന് ഓഫ് റോഡ് പോയി നോക്കാമല്ലേ, നമ്മുടെ ബൈപ്പാസിൻ്റെ പണിയൊക്കെ ഏതൂരായെന്നൊക്കെ ഒന്ന് അറിയാമല്ലോ. അപ്പോൾ ലോറി പോയ വഴി എന്തായാലും നമുക്ക് അങ്ങ് അപ്പുറം എത്താൻ പറ്റുമായിരിക്കും. അപ്പോൾ അതുവഴി ലോറിയുടെ വേക്കെന്ന് പിടിക്കാം. വേക്കെന്ന് പോകാനും പറ്റത്തില്ല, നല്ല കിടില്ല പൊടിയാണ്. മഴ പെയ്താൽ ഇവിടെ എത്രയും ചെളിയാവും, മഴയില്ലെങ്കിൽ അത്രയും പൊടി. ഓക്കെ, അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റൈഡ് ചെയ്യാതിരുന്നാലാണ് എനിക്ക് നടുവേദന ചെറുതായിട്ട് തോന്നും. അതുപോലെ തന്നെ കാലിന് സ്ട്രെങ്തൻ ഇല്ലാതെ പിന്നെ കാലിൻ്റെ മുട്ടുവേദനയൊക്കെ തിരിച്ചു വരും. എനിക്ക് പണ്ട് മുട്ടുവേദനയൊക്കെ ഉള്ളതായിരുന്നു. ഞാൻ പിന്നെ റൈഡ് ചെയ്താണ്, കാല് സ്ട്രെങ്തൻ ചെയ്തിട്ടാണ് എൻ്റെ മുട്ടുവേദനയെല്ലാം മാറിയത്. ഓക്കെ, എൻ്റെ അനുഭവം മാത്രമാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല. റൈഡ് ചെയ്ത് നടുവേദന വരുന്ന ആൾക്കാരുണ്ട്, എന്നാൽ റൈഡ് ചെയ്ത് മുട്ടുവേദന വരുന്നവരുണ്ട്. പക്ഷേ ഞാൻ നേരെ തിരിച്ചാണ്. എനിക്ക് റൈഡ് ചെയ്താലാണ് ഇതൊക്കെ കുറയുന്നത്. അറിയില്ല. ഇത് നമ്മളെ പാലാങ്കോണം തൊട്ട് MLA പാലം വരെയുള്ള റോഡാണ് കേട്ടോ. ആറ്റിങ്ങൽ ബൈപ്പാസാണ്, NH66. ലോറി പോകുന്നുണ്ട്, അതിൻ്റെ കൂടെ പോകാൻ പറ്റത്തില്ല, അത്രയും പൊടിയാണ്. ഈ NH66 കൂടെ മൊത്തത്തിൽ ഒരു റൈഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം നമ്മൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പണി കിട്ടി, ലോറി വരുന്നു. ഇപ്പോൾ ഇവിടെ അത്രയും നല്ല പൊടിയായിരിക്കും. മാസ്ക് ഇട്ടത് കാര്യമായി. നല്ല ചേട്ടൻ പതുക്കെ പോയി. ഒരു സ്പീഡ് എടുത്തിരുന്നെങ്കിൽ ഇവിടെ അത്ര ഇപ്പോൾ പൊടി പറന്നെ. ഇത് നമ്മളെ പണ്ടൊക്കെ കുളിക്കുന്ന ഒരു തോടായിരുന്നു. തോടൊക്കെ ഇങ്ങനെ ആയിപ്പോൾ. ഫുള്ള് മണ്ണ് ഇളവി കിടക്കുകയാണ്. ഇതാണ് നമ്മുടെ MLA പാലം, ഓവർ ബ്രിഡ്ജ്. നമ്മളതിനി അണ്ടർ ബ്രിഡ്ജാണ്. ഇതിലാണ് എൻ്റെ വീട്ടിൽ പോണത്. നല്ല കയറ്റമാണ് ഇവിടെ നിന്ന്. ഗിയറൊക്കെ ഡൗൺ ചെയ്ത് പതുക്കെ കയറാം. പകലെ രാത്രി മണിയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ആറ്റിങ്ങൽ ബൈപ്പാസ് കൂടെ വന്ന് കാലിൻ്റെ അവസ്ഥ വേണ്ട, ഫുള്ള് പൊടി. വണ്ടി ഫുള്ള് സർവീസ് ചെയ്തേ പറ്റും, ഒരു രക്ഷയില്ല. പിന്നെ ഇതുകൊണ്ടുള്ളൊരു ഉപയോഗം എന്ന് വെച്ചാൽ 20 ഓവർ ക്രിക്കറ്റ് കളിയുണ്ട് വീക്കെൻഡ് വെയിലത്ത്. 1 മണിക്കൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് നിന്നാൽ നമുക്കൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകത്തില്ല.
നല്ല ഉണക്ക് കാലമാണ്, ഇലയൊക്കെ വീണ് കിടക്കുകയാണ്. അപ്പോൾ തെന്നി അടിച്ച് വീഴാനൊക്കെ നല്ല ചാൻസുള്ള റോഡാണ്. അയ്യോ, അങ്ങനെ വീടെത്തി. ഇനി അവനൊന്ന് കഴുകി വയ്ക്കണം, കാരണം അമ്മാതിരി പൊടിയാണ്. ഇത് കണ്ടോ, ഫുള്ള് പൊടിയാണ്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് അത്രത്തോളം കാലൊക്കെ ഫുള്ള് പൊടിയാണ്. അപ്പോൾ ഒന്ന് കഴുകി വയ്ക്കാം, ഇല്ലെങ്കിൽ മോനും വന്ന് ക്വസ്റ്റ്യൻ ചെയ്യും, അച്ഛൻ എടുത്ത് ചവിട്ടിയിട്ട് കഴുകി വെച്ചുകൂടെ വെച്ചാന്ന് ചോദിക്കും. അപ്പോൾ നല്ല പൊടിയുണ്ട്. പിന്നെ ഞാൻ ഇന്ന് പോയിട്ട് ആറ്റിങ്ങ പ്ലേ സ്റ്റോറിൽ നിന്നൊരു ലൂബ് വാങ്ങി 15 മില്ലി ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ അവിടെ ഒരു സ്വിമ്മിങ് മെഷീൻ്റെ ഒരു ഷോപ്പുണ്ട് അങ്ങ് 4 മുക്കിൻ്റെ അടുത്ത്. അവിടെ പോയിട്ട് അവിടെ നിന്നും കുറച്ച് മറ്റേ സ്വിമ്മിങ് മെഷീൻ്റെ ലൂബുണ്ട്, അത് അവിടെ നിന്ന് വാങ്ങി കാണിച്ചു തരാം. ഒരു ലോഡ് ചെളി ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് മേടിച്ച ലൂബ്. അത് സ്പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി, നല്ല ലൂബാണെന്ന് തോന്നുന്നു. 15 മില്ലിയേ ഉള്ളൂ. 15 മില്ലിക്ക് 90 രൂപയാണ്. ഇതാണ് ഞാൻ സ്വിമ്മിങ് മെഷീൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത്. ഇത് 100 മില്ലിക്ക് 40 രൂപയുള്ളൂ. 45,000 MRP, 40 രൂപ എടുത്തിട്ടുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് തയ്യൽ മെഷീന്, അങ്ങനെ ഒരുപാട് സൈക്കിളിൻ്റെയൊക്കെ പടം അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നവരെ